കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവെ ആശ്വസിപ്പിക്കാതെ അമ്മ വിടരുത്. അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കണം. എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ടാണ് അങ്ങനെ തിരിച്ച് നിൽക്കുന്നത്. ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട്. ശരിയായ രീതിയിൽ കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിട്ടിരിക്കുന്ന മക്കളുണ്ട്. ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുള്ള മക്കളുണ്ട്. കർത്താവേ, മരിച്ചു പോയതിൻ്റെ പേരിൽ വേണ്ടപ്പെട്ടൊരു മരിച്ചു പോയതിൻ്റെ പേരിൽ ഇരുട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്ത ഹൃദയഭാരങ്ങളോട് ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്, ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ല, എന്നിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർത്ത് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി വേണ്ടതെന്ന് വിചാരിച്ച് സംശയമുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവർ പോണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മനുഷ്യരെ കുത്തിമലത്തിയിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട്, വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട്, പകയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ കാണിക്കുന്നുണ്ട്. 4 മാസം ഗർഭമുണ്ടായിട്ട് ആ കൊച്ചിന് വളർച്ച ഇല്ലാതിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞ് കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട്. കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിച്ച് നടുവേനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ. ഓരോ കുഞ്ഞുങ്ങൾ കർത്താവ് ഓരോരോ രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, അതുപോലെ ഓട്ടിസം രോഗങ്ങൾ, ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരിശമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരണിഞ്ഞ് ജീവിക്കുന്നവരെ അടിപ്പഴ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടകമ്പോൾ നടക്കുന്നവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട്. വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നവരുണ്ട്. ജപ്തിനോടുകൂടി വരാൻ പോകുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്. വെള്ളമില്ലാത്തവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. വെളിച്ചമില്ലാത്തവരുണ്ട്. കർത്താവെ, എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട്. കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. കേസിന് വേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോ, അവരെല്ലാം സ്പർശിക്കണം. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങള് മാതാവിന്റെ മധ്യസ്ഥത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും. കർത്താവ്, മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവെ, വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുണ്ട്. ഈശോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഈശോ, അവർക്കെല്ലാം തീരുമാനം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവ് നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത് ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിസ പ്രോസസ്സിങ്ങിൽ ഇരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല, ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി, ജോലിയും പോയി, വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല, കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുരുക്കുകളെ, കെട്ടുവിൽ നിങ്ങൾ വീണു പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു. ശ്രുതികടേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. അപ്പോസ്തല പ്രവർത്തനം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന
വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം. കാര്യം എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു, ദൈവം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട്. ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചാറ്റ് GTP ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ PhD തീസ് എഴുതത്തില്ലേ? PhD തീസ് എഴുതുന്ന ആൾക്കാരില്ലേ കോളേജിൽ കൊടുക്കുന്നതിന് വേണ്ടി, ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒത്തിരിയേറെ ആപ്പുകളിപ്പോൾ ഉണ്ട്. ചാറ്റ് GTP പോലെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ മൊബൈലിലും കുറേ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തീസിൻ്റെ കൂടെ കൂട്ടി വെക്കും. അപ്പോൾ ഇതിനൊരു ആൻറ്റി ആപ്പ് വേറെ കിടപ്പുണ്ട്, പ്രൊഫസർമാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിൻ്റെ ഈ ഇത് മുഴുവനും അവർ അവരുടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് എവിടുന്നാണ് കട്ടെടുത്തതെന്നുള്ള എല്ലാവരും അവർക്ക് മനസ്സിലാകും. പിന്നെ തീസ് തള്ളിപ്പോവും. ഇതുപോലെ തന്നെയാണ് ദൈവികമായൊരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് തൻ്റെ ജനമെന്ന് പറയുന്നത്. തൻ്റെ ജനം എന്ന് വെച്ചാൽ 2 ചോദ്യം ചോദിക്കത്തില്ലേ പത്രോസിനോട്? എന്താ ചോദിക്കുന്നത്? ഹു ഡു യു സേ ദാറ്റ് ഐ ആം? Take the bit of photo. Hallelujah. 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 മർക്കോസ് 8:27. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ജോസഫച്ചൻ പറഞ്ഞ വിശ്വാസത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കണം ഇപ്പോഴും. പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങളെ. അത് ഞാൻ പറഞ്ഞതല്ലേ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്തിനാണ്? അവർ സ്വന്തം അനുഭവത്തിലൂടെ, ജോസഫത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല. അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം. എങ്ങനെയാണ് തൻ്റെ ജനമാകണത്? എങ്ങനെയാണ്? സ്വന്തം അനുഭവം ഉണ്ടാകണം. സ്വന്തം അനുഭവം എന്താ ഉണ്ടാകുന്നതിൻ്റെ കാലങ്ങൾ മാറും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും. ഇതെന്തിനാണ്? ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ അപ്പം നിങ്ങളെ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത്. പിടികിട്ടിയ പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ? യഥാർത്ഥ ഇസ്രയേലിൽ നിന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ള എന്താണ്? ആൻഡ് ദിസ് ഈസ് ട്രൂ ഇസ്രേലിയൻ ആൻഡ് ഹി ഈസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. അവന് കാപട്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കോബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേഷപ്രച്ഛന്നം, ആളുടെ വേഷപ്രച്ഛന്നം. യേശാവും അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവനിഷ്ടപ്പെട്ട മകൻ, മൂത്ത മകൻ ആദിജാതൻ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി,
നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അതിനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ അപ്പവും കൂടി കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും. അത് അപ്പോൾ റബേക്ക അത് പാത്തു നിന്ന് കേൾക്കും. റബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോട്. യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു. ഉടനെ യേശാവ് വേട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും. എന്നിട്ട് അവിടെ ആലയിലുണ്ടായിരുന്ന ആടിനെ മുറിച്ച് കറിയാക്കി അപ്പമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും. യാക്കോബിനെ അവൻ അന്ധനായിരുന്നു ഈ ഇസഹാക്ക്. തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും, നിൻ്റെ ശരീരമൊക്കെ പൂടെ ഉള്ളതാണ്, യേശാവിനെ പോലെ ഇരിക്കണം, നിൻ്റെ മണം എന്ന് പറയണത് അത് യാക്കോബിൻ്റെ ആണെന്ന് അറിയാം. അപ്പം അത് നിൻ്റെ ശരീരം ഇതുള്ളതാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം. അതായത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത്. പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും. എന്തിലും പക്ഷെ അല്ല, അപ്പം ഞാൻ യാക്കോബല്ല, ഞാൻ യേശാവാണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും. ഇവൻ അടിച്ചു മാറ്റി ഇവൻ വളർന്ന് വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവൻ റെഡ് മാർക്കാണ്. എത്രയോ വർഷം കഴിഞ്ഞ്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥിതി ഹിപ്പോക്രൈറ്റ് എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഈ നെതിന്യാഹു വരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും പുസ്തകത്തിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ പുസ്തകത്തിലുള്ളത് എന്താണ്? ഈസ് എ ഹിപ്പോക്രൈറ്റ്. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഒത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല, കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല. എന്താ പറയണത്? ദാനിയേൽ പറയും, ഇവന് യഥാർത്ഥ ഇസ്രായേലിലാണ്. ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റായിരുന്നു. അപ്പം ഈ യഥാർത്ഥ ഇസ്രായേലിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ത്രില്ല് എന്താണ്, ത്രെഡ് എന്താണ്? ത്രിൽ ആൻഡ് ത്രെഡ് ഓഫ് കവനന്റ്. അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ്. അത് ത്രില്ല് ഒരേ സമയം ഇതിനെ ത്രെട്ടുമാണ്. ഇതിൻ്റെ എന്താ കാര്യം? യഥാർത്ഥത്തിലേക്ക് വരണം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം, എല്ലാ കാലാവസ്ഥയിലും. ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് നമ്മുടെ ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഉപ്പുകാറ്റടിച്ചിട്ട് തുരുമ്പിക്കും, അതിൻ്റെ അടിയൊക്കെ തുരുമ്പിക്കും. എൻ്റെ കാറ് ഒരിക്കൽ ഡ്രൈവർ ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ ഒത്തുപോയി, താഴേക്ക് പോയി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? തുരുമ്പിച്ച് അടി തുരുമ്പിച്ചിരുന്ന് അറിഞ്ഞില്ല. ഈ മനോജ് തന്നെയായിരുന്നു. കാറും ഡ്രൈവർ അതിൻ്റെ അകത്തിരുന്ന് ആ അടിയിൽ നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി. അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ്. കാലങ്ങൾ മാറിയ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട്. അതെന്തിനാണ്? നീ യഥാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു 90% ഹിപ്പോക്രാറ്റ്സാണ്. എന്താ കാര്യം? അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും, ഉടനെ പത്രം കൊടുപ്പൊക്കെ മാറും. കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ്. ഒരുത്തൻ സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ പത്രം കൊടുത്ത് 2 മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവനെ മുട്ടി തുറന്ന് കൊടുത്തത്. ഞാൻ ദൈവമേ, ഇവരെ പാരക്കടിക്കഴിഞ്ഞ ഭാഗ്യം. പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച്. എന്താ കാര്യം? അവരടിച്ചില്ല. 2 മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണ്. ഒന്ന് ചിന്തിക്കേ. അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ അറിയിക്കാൻ വേണ്ടി കൊടുത്ത് പോയി. ആരും ചലിച്ചില്ല. എല്ലാവരും ആ 2 മണിക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന ആദരവോടെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം. നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി. കർത്താവ് അവനോട് ഉണ്ടായിരിക്കുകയും. പക്ഷേ മാതാവ് അത് അനുവദിക്കുകയായിരുന്നു എന്നെ കൊണ്ട്. ഞങ്ങളങ്ങനെ ഏജൻസിയിൽ പോയി അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അവരെല്ലാ വിവരങ്ങളും പറഞ്ഞു തന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ പേരിലാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ലോൺ എടുക്കണമെങ്കിൽ അത് മതിയല്ലോ എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ അതല്ല വേണ്ടതെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഞാൻ ഈ ഡോക്യുമെൻറ്റുമായി മാർച്ച് മാസം വരെ കിട്ടിയിട്ട് ഏപ്രിൽ മെയ്യിലാണ് ബാങ്കിൽ ചെല്ലുന്നത്. കാരണം ഓൾറെഡി ഡോക്യുമെൻ്റ് ക്ലിയർ ആണല്ലോ, ലോൺ കിട്ടാനായിട്ട് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറയുന്നു, നിങ്ങളുടെ പേരിൽ മാത്രവും കുട്ടികളുടെ പേരിലും കൂടെ ഡോക്യുമെൻ്റ് മാറ്റി എഴുതിയാൽ മാത്രമേ ലോൺ തരൂ എന്ന് പറയുകയാണ് എന്നോട്. ഞാൻ പറഞ്ഞു, എൻ്റെയും കൂടെ പേരുള്ളത് കൊണ്ട് അത് കിട്ടുമെന്ന് കരുതി ഞാൻ അങ്ങനെയാണ് ധരിച്ചത് അവർ പറഞ്ഞപ്പോൾ. ഞാൻ വന്ന് പൊസിഷൻ സർട്ടിഫിക്കറ്റിനും എൻകംബറൻസിനും അപ്ലൈ ചെയ്തു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതേ ഡോക്യുമെൻറ്റുമായിട്ട് വീണ്ടും ബാങ്കിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ജാൻസി ഇതല്ല വേണ്ടത്, ജാൻസിയുടെയും മക്കളുടെയും പേരിലേക്ക് വരുത് വേണം. അപ്പോഴേക്കും സമയം അതിക്രമിച്ചു കൊണ്ടിരുന്നു. ഇനി ആകെ കൂടെ ജൂലൈ 15-ാം തീയതിക്കുള്ളിൽ ഫണ്ട് റെഡിയാവണം, ഇൻ്റർവ്യൂ പാസ്സാവണം, മോന് പോകാനുള്ള എല്ലാം ആവണം. ഒന്നും ആയിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, മോനെ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിനെ വിളിച്ചു, ആൻറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എളംകുളം വില്ലേജിലെല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ഓൺലൈൻ വഴി എല്ലായിടത്തേക്കും പോയി കഴിഞ്ഞു. ഇനി അത് ശരിയായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പിടിവള്ളിയും അവിടെ അവസാനിക്കുകയാണ്. മോൻ പറഞ്ഞു, മമ്മി ഇനി പോയിട്ട് കാര്യമില്ല, മമ്മിയുടെ പേരിലേക്ക് ഇത് മാറ്റി എഴുതി വരുമ്പോഴേക്കും 5-6 മാസം പിടിക്കും. വില്ലേജിൽ ശരിയാവണം, കോർപ്പറേഷനിൽ ശരിയാവണം, പരസ്യമിട്ട് 15 ദിവസം കാത്തിരിക്കണം, ഇനി സമയമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയോട് പ്രാർത്ഥിച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്, അമ്മ എവിടെയും എത്തിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയി. അതിൻ്റെ 2 ദിവസം മുന്നേ എൻ്റെ മാതാവ് എന്നെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കി. നീ നിൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റുമായിട്ട് നീ പോയി മാനേജറെ കാണുക. ഞാൻ മോനോട് പറഞ്ഞു, മമ്മിയോൾക്ക് ഇങ്ങനെ ഒരു തിങ്കിങ് തന്നിട്ടുണ്ട് മാതാവ്, നീ വായോ നമുക്ക് മാനേജറെ ഒന്നുകൂടെ പോയി കാണാം. അവൻ പറഞ്ഞു, മമ്മി ഞാൻ വരില്ല, മമ്മി ഡോക്യുമെൻ്റ് കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അവൻ വന്നില്ല. അവൻ്റെ സ്റ്റഡി ഡോക്യുമെൻ്റ് സെറ്റിയിലേക്ക് എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് ഓർപ്പിച്ചിട്ട് പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് കുളി കഴിഞ്ഞ് 2:30 ഈ ഡോക്യുമെൻറ്റും വീടിൻ്റെ ഡോക്യുമെൻറ്റും എടുത്തിട്ട് ഞാൻ നേരെ മാതാവിന് തിരുസ്വരൂപത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും തുടങ്ങി വെച്ചത്, ഇപ്പോൾ എനിക്ക് പ്രതിസന്ധികളാണല്ലോ വരുന്നത്, അതുകൊണ്ട് അമ്മ തന്നെ മുന്നേ നടക്കണം, ഞാൻ പുറകിൽ വരാം. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ബാങ്കിൽ ചെന്നു. മാം എന്നെ കണ്ടപ്പോൾ വിചാരിച്ചത് ഞാൻ പുതിയ ഡോക്യുമെൻറ്റുമായിട്ട് വന്നിരിക്കുകയെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, മാം അതല്ല, ഇത് പഴയ ഡോക്യുമെൻ്റ് തന്നെയാണ്, മാമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാം പറഞ്ഞു, ജാൻസി 1 മിനിറ്റ് ഇരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപമുണ്ട്, ഞാൻ അമ്മയെ കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മാം ജിബി എന്ന മാഡത്തെ വിളിച്ചു ഹൈക്കോർട്ടിൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മാമിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. മാമിനെ വിളിച്ചു. 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ജാൻസി 3:30-ക്കുള്ളിൽ മാമിൻ്റെ അടുത്ത് ഹൈക്കോർട്ടിലെ ഫ്ലാറ്റ് ചെല്ലണം, 3:30 കഴിഞ്ഞാൽ ഹൈക്കോർട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോനെ വിളിച്ചു. മോൻ ഓടി വന്നു. മമ്മി ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഒന്നും എടുക്കണ്ട, മോൻ വേഗം വരാൻ പറഞ്ഞു. അവൻ്റെ വണ്ടി എടുത്തിട്ട് തേവര ജംഗ്ഷനിൽ വന്നു. ഞാൻ കാറെടുത്ത് പെട്ടെന്ന് അത്രയും ബ്ലോക്കിലൂടെ പോയിട്ടും 5 മിനിറ്റ് കൊണ്ട് 3:30 കറക്റ്റ് 3:30-ക്കുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി. മാഡത്തെ കണ്ടു. മാഡം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. മാഡം ഡോക്യുമെൻ്റ് എല്ലാം മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ജാൻസി ഇതിൽ ഒരു ലൂപ്പ് കാണുന്നുണ്ട്, ജാൻസിയുടെ പേര് ഇതിൽ എതിർത്ത് ചേർത്തുകൊണ്ട് ഇത് ഞാൻ ലോൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും വേണം, ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ 3 തലമുറയ്ക്ക് മുന്നുള്ള അപ്പച്ചൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ 2003-ലാണ് ആ വീട് വാങ്ങുന്നത്, എനിക്കറിയില്ല അത് വീട്ടിലുണ്ടോയെന്ന്. പക്ഷേ മാതാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അത് രാത്രി തന്നെ അയച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ അത് വീണ്ടും മാം നോക്കി. അപ്പോൾ പറഞ്ഞു, ഇത് പാഠമായിട്ടാണ് കാണിക്കുന്നത് ജാൻസി, ലോൺ കിട്ടാൻ പാടാണ്. മാം 1 മിനിറ്റ് വേറൊരു ബുക്ക് എടുത്തിട്ട് നോക്കി വായിച്ചിട്ട് പറഞ്ഞു, 2008-ന് മുന്നുള്ളതെല്ലാം പാഠം എന്നത് കരഭൂമിയായിട്ട് കൺവെർട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയും മാതാവിൻ്റെ അത്ഭുതം ഞാൻ കണ്ടു. ആ മാതാവ് അതിൽ ഇടപെടുന്നെന്ന് ഞാൻ കണ്ടു. വീണ്ടും എന്നോട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ വെക്കണം, എന്നാലും ഉണ്ടല്ലോ ആധാരം തന്നുവിടാൻ പറ്റത്തില്ല, കോർപ്പറേഷനിൽ നിന്നോ വില്ലേജിൽ നിന്നോ വരുമ്പോൾ അവർക്ക് ആധാരം ഒറിജിനൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാ മാതാവേ, നീ തന്നെ ഇടണേ മനസ്സുകൊണ്ട് പിന്നെയും പ്രാർത്ഥിച്ചു. മാം 1 മിനിറ്റ് മാമിനേക്കാൾ മൂത്തൊരു വക്കീലിനെ വിളിച്ചിട്ട് ചോദിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒറിജിനൽ കൊണ്ടുപോയിക്കോ ജാൻസി, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മോനെ വിട്ടിട്ട് എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി മാം കയ്യിൽ വെച്ചു.
അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് വീട്ടിലോട്ട് വന്നു. ഞാൻ അലമാര തുറന്ന് നോക്കാവുന്ന ഡോക്യുമെൻറ്റ്സ് മുഴുവൻ തപ്പി നോക്കി. ലാസ്റ്റ് അലമാരയുടെ ഏറ്റവും അടിയിൽ 2003 വെച്ച ആ ബില്ലിനിടയിൽ ആ അപ്പച്ചൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടെടുക്കുകയായിരുന്നു. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. നീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീ എന്നെ കൈവിടുന്നില്ലല്ലോ, നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു. വാട്സപ്പിൽ പാമിന് ഞാൻ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തു. അങ്ങനെ മാതാവ്, സമയത്തിൻ്റെ മേൽ നിഷ്ഠയുള്ള മാതാവ്, മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എൻ്റെ പേരിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ വക്കീലിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അവിടെ ചെയ്യാനൊരു അത്ഭുതമുണ്ടാക്കി. അത് കഴിഞ്ഞു പഞ്ചായത്തിൽ പോയി, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങി ഉച്ചവരെ 2 പേരെ ഇരുത്തിക്കൊണ്ടാണ് ആ സാർ എനിക്ക് ഈ എൻ്റെ പേരിലോട്ട് കരമടച്ച റെസിപ്റ്റ് തന്നത്. ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. അവിടെ ഇരുന്ന് 2 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, എനിക്ക് ഇന്ന് തന്നെ ഇത് കിട്ടണം, എങ്കിലേ താലൂക്കിൽ കൊടുക്കാൻ പറ്റൂ. ഇനി സമയമില്ല, സമയം വളരെ കുറവേ ഉള്ളൂ. കോളേജിൽ നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് മോൻ 393 പൈസ അയച്ചു കൊടുത്ത് കോളേജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ പാസ്സാവണം. അത് കിട്ടിയാൽ മാത്രമേ അവന് കോളേജിൽ അഡ്മിഷൻ കിട്ടൂ. ഇതിനിടയ്ക്ക് തന്നെ അവൻ ആ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു. ഞാൻ പുറത്തിരുന്ന രൂപക്കൂടിന് മുന്നിലിരുന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മകനെ ഇൻ്റർവ്യൂ പാസ്സാക്കണം. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്, എന്നെ ഇനി പെരുവഴിയിലാക്കരുതെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞു, എൻ്റെ മോൻ ഇൻ്റർവ്യൂ പാസ്സായി. മമ്മി മുന്നോട്ട് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെയും ഒരു അത്ഭുതം നടന്നു. 15-ാം ദിവസം എത്തി താലൂക്കിൽ പോയി. അവിടെ നിന്ന് പരസ്യം ചെയ്തതിൻ്റെ പേപ്പറിൽ വേറെ അവകാശികളില്ല, ഞാനും 2 മക്കളും മാത്രമേ ഉള്ളെന്നുള്ള റെസിപ്റ്റ് കിട്ടി. നേരെ കോർപ്പറേഷനിലേക്ക് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിപ്പോൾ നടക്കത്തില്ല, 3 മാസം മുതൽ 6 മാസം വരെ സമയമെടുക്കാം, ഒരുപാട് സീനിയോറിറ്റി ഇവിടെ എടുക്കുകയാണ്, വന്ന് തരുന്നിട്ടുള്ളവരുടെ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ മകന് ഇന്ന് കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർ പല ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക് എന്നെ വിട്ടു, പക്ഷെ അവിടെയൊന്നും നടന്നില്ല. നാളെ വരാൻ പറഞ്ഞു വിട്ടു. ഞാൻ ആ ഫോം അവിടെ കൊടുത്തില്ല. ഞാൻ വിഷമിച്ച് പോന്നു. മാതാവിൻ്റെ മുന്നിൽ വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, മാതാവേ നീ തിരിച്ചയച്ചിരിക്കുന്നു, ഇത്രയും നീ ശരിയാക്കി തന്നു എനിക്ക്, ഇനി ഇതുകൂടെ നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിനെ വിളിച്ചു, എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇനി എന്താണ് ജാൻസിക്ക് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, പരസ്യം കഴിഞ്ഞു, വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി കോർപ്പറേഷനിൽ ടാക്സ് അടച്ച റെസിപ്റ്റ് കിട്ടണം, എന്നാൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. രാത്രിയിൽ തന്നെ ഫ്രണ്ട് ഓഫീസിലോട്ട് വിളിച്ചു, എൻ്റെ ഫയൽ എടുപ്പിക്കാൻ പറഞ്ഞു. മാതാവ് ഇവിടെ ഇടപെടുകയായിരുന്നു. ഒരാളെ മുൻകൂട്ടി തന്നുകൊണ്ട് ഒരു ഹെൽപ്പിന് മാതാവ് ഏർപ്പെടുത്തുകയായിരുന്നു അവിടെ. പിറ്റേന്ന് കാലത്ത് 10:30 എന്നോട് കോർപ്പറേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ 10:30 ആയപ്പോൾ അവിടെ ചെന്നിരുന്നു. മാതാവിൻ്റെ അത്ഭുതം അവിടെ നിന്ന് ഞാൻ തൊട്ടറിയുകയായിരുന്നു. എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ ജാൻസി എന്ന് പറഞ്ഞു. ആ ഫോം ആദ്യത്തെ കൗണ്ടറിൽ കൊടുത്ത് അവിടെ നിന്ന് അവർ തന്നെ 4 പേര് 2 മണി വരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തി ആ സർട്ടിഫിക്കറ്റ്, എനിക്ക് വേണ്ടതായ എല്ലാ സർട്ടിഫിക്കറ്റുകളും 2 മണിക്കുള്ളിൽ എനിക്ക് ശരിയാക്കി തന്നു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. മാതാവിനോട് 1000 വട്ടം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമ്മൾ സത്യസന്ധമായിട്ട് നീതിയോടുകൂടി പോയാൽ മാതാവ് നമ്മുടെ കൂടെ നിൽക്കും. നമുക്കൊരു അപകടം വന്നാൽ നമ്മൾ മാതാവിൻ്റെ കൂടെയുണ്ടെന്നറിഞ്ഞാൽ നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാതാവെല്ലാം സെറ്റ് ചെയ്തു വെച്ചേക്കും. അതെനിക്ക് അത്ഭുതങ്ങളിലൂടെ മാതാവ് കാണിച്ചു തന്നു. വീണ്ടും എല്ലാ ഡോക്യുമെൻസുമായിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുകൊടുത്തു. അവർ പറഞ്ഞു ജൂലൈ 3-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഫണ്ട് റെഡിയാക്കി തരാമെന്ന് പറയുന്നത്. ജൂൺ 22 മുതൽ ഓടി ജൂലൈ 3 ആയപ്പോഴേക്കും എല്ലാ ഡോക്യുമെൻസും ബാങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ജൂലൈ 3 വൈകിട്ട് ഫണ്ട് റെഡിയാവും, 20 ലക്ഷം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പക്ഷേ ഫണ്ട് റെഡിയായില്ല. ഫണ്ട് റെഡിയാവുന്നതിൻ്റെ 3 ദിവസം മുന്നൊരു ശനിയാഴ്ച ബാക്കിയുള്ള പൈസ എടുക്കാൻ വേണ്ടി ഞാൻ ചാലക്കുടിയിലേക്ക് പോവുക, സൊസൈറ്റിയിൽ. അവിടെ ചെന്ന് അവിടെ കിടന്ന ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു യൂണിയൻ ബാങ്കിലേക്ക്. തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മോൻ വിളിക്കുക, മമ്മി ഡോക്യുമെൻറ്റ്സ് എല്ലാം മമ്മിയോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, ലോൺ പാസ്സാക്കി തരില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അവർ റീസൺ പറഞ്ഞത്? ഇന്ന് നമ്മൾക്ക് ഫണ്ട് റെഡിയാക്കുന്ന ദിവസമല്ലേ, ഇനി 15 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് തന്നെ ഡെഡ് ലൈൻ ആയിരുന്നു.
പക്ഷേ മോനോട് ഞാൻ പറഞ്ഞു, നീ ബാങ്കിൽ പോയിട്ട് ചോദിക്ക് എന്താണ് റീസൺ. അവിടെയും വന്നു 1 മാർക്കിന് കുറവാണ്. അവരുടെ ക്രൈറ്റീരിയ 62 മാർക്കാണെങ്കിൽ 1 മാർക്ക് അവിടെയും മോന് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു വന്നു. ഞാൻ തിങ്കളാഴ്ച കാലത്ത് തന്നെ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് മോനെയും കൂട്ടി ഞാൻ ബാങ്കിൽ ചെന്നു. ആദ്യമായിട്ട് ഞാൻ ബാങ്കിൽ 35 വർഷം കയറിയിറങ്ങിയ ബാങ്കാണ്. ആദ്യമായിട്ട് ഞാൻ തൊണ്ടയിടറിക്കൊണ്ട് കരഞ്ഞു. മാതാവിനെ വിളിച്ചു പറഞ്ഞു, ഇത്രയും കാലം ഈ ബാങ്കിൽ കയറിയിറങ്ങി എല്ലാം ചെയ്തിരുന്ന, വീട് വെച്ചത്, ലോൺ എടുത്തത്, ഭർത്താവിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ, ഇതെല്ലാം നടക്കുന്ന ഒരു ബാങ്ക് ഞങ്ങളെ കൈവിട്ടു. അമ്മ മാതാവേ, നീ എന്നെ കൈവിടില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴും. നീ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. ചെറുപ്പകാലം മുതൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം ഇനി ഞാൻ എവിടെ പോകണം? അവിടെ നിന്ന് ഓഫീസിലിരുന്ന ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, നേരെ ചീഫ് മാനേജറെ പോയി കാണാൻ പറഞ്ഞു. കാരണം എനിക്കറിയില്ല ഇനി ആരെ കാണണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ മാതാവ് ഇടപെട്ടത്, ആ ആളെ കൊണ്ട് വിളിച്ചിട്ട് പറയാണ് ചീഫ് മാനേജറെ പോയി കാണാൻ പറഞ്ഞു. ഞാനും മോനും വീണ്ടും ചീഫ് മാനേജറെ അടുത്ത് ചെന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോനെ ഒരു 5 മിനിറ്റ് നേരം ഇൻ്റർവ്യൂ ചെയ്തിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് IELTS ഹൈ സ്കോർ മാർക്കുണ്ട്. 1 മാർക്കിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് ലോൺ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സാറ് ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ലോൺ പാസ്സാക്കുന്ന മാമിൻ്റെ മുന്നിൽ ചെന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു. ഈ സർട്ടിഫിക്കറ്റ്